മുത്തശ്ശി ഇങ്ങനെ വഴിയിൽ ഇരുന്നിട്ട് അച്ഛൻ അത് കണ്ടറിഞ്ഞ് മാറ്റിക്കൂടെ. അച്ഛൻ തട്ടി തടഞ്ഞ് മൂന്നേം പല്ലും ചെറിയായിട്ട് അവിടെ പോയി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പേരും നിങ്ങൾ 3 പേരും കൂടി എന്നെ നോക്കും. അച്ഛൻ്റെ അമ്മയെ എഴുതിയിട്ട് വഴിയിലിരുന്ന് അച്ഛൻ തട്ടി തടഞ്ഞ് വീണ എന്ത് ചെയ്യും പറയാ? റോഡിലത്തെ ആൾക്കാരെ ചീത്ത പറയേണ്ട അവസ്ഥയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. രാവിലെ എണീപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ചില്ലറ നല്ലല്ലോ ഈശ്വര. ഹലോ, നമുക്ക് പോവാറായി. വാ, 6:45. ഇനിയിപ്പോൾ എണീറ്റ് അപ്പിട്ടാലേ പോവാറാവുള്ളൂ. വാ വന്നാ ശരോ. കിക്കിളിയൊക്കെ വെച്ച ഇങ്ങോട്ട് വന്നാ. എണീക്ക്. നോക്കിയേ, 6:45. ഇനി എത്ര നേരം ഉള്ളത്? ആകെ കുറച്ച് നേരമേ ഉള്ളൂ. വന്നാ. അതല്ലേ അച്ഛനൊരു ഡൗട്ട് എന്താ അറിയോ? ഈ സ്കൂള് തുടങ്ങുമ്പോഴേക്കെങ്കിലും നമ്മൾ ആ വഴിക്ക് എത്തുമോ? ഇവിടെ നോക്കി നടക്കണ കാര്യം കണ്ടോ. അമ്മൂര് കൊടുത്തിരിക്കുന്ന രാവിലത്തെ 8ന്റെ പണിയാ. എന്നിട്ട് വട്ടം കിടന്ന് കറന്ന് കളിക്കുക. സമയമാവുകൊണ്ട് വീട്ടിൽ നിന്ന് ഇരുന്ന് കഴിക്കണ പോലെ അല്ല സ്കൂളിൽ പോകുമ്പോ. ഞാൻ പറഞ്ഞു 1.5 മണിക്കൂർ എടുക്കാൻ പാടില്ല കഴിക്കുമ്പോ. വേഗം കഴിക്കേ. ഇങ്ങോട്ട് നിന്നോ. അച്ഛൻ ദോശ അവിടെ ഇട്ടിട്ടാ പോയെന്ന്. എല്ലാം നടക്കണം ഒരേ സമയത്ത്. ദോശ ഉണ്ടാക്കണം. പഴയ സ്കൂൾ ലെവലിലേക്ക് വന്നു. ബിസിയായി. പണ്ടിങ്ങനെയായിരുന്നു. വാവക്കുട്ടിക്ക് സ്കൂൾ ഉണ്ടാവുന്ന കാലത്ത് ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങോട്ട് തന്നെ എത്തിപ്പോ. അത് വെച്ചോണ്ടിരിക്കുകയാണ് 1 മണിക്കൂറേ. എന്താപ്പത് കഥ? നല്ല വെയിലില്ലേ? നിങ്ങളെന്താ ദോശ കഴിക്കാത്ത? കഴിക്കൂ. എല്ലാവർക്കും കൂടി എത്തിക്കാൻ എന്നെ കൊണ്ട് എത്തണില്ല. വേഗം കഴിക്കും നിങ്ങള്. ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്കും കഴിക്കണം നിന്റെ ഇടയിൽ കൂടെ. 8:45 എത്തണം വിചാരിച്ചു. അതും നടക്കില്ലല്ലോ. വാ ഇറങ്ങ്. 9 എത്താവാ. ഇറങ്ങ്. മുത്തശ്ശി ടാറ്റ പറ. ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാം. അച്ഛൻ ഷൂടട്ടെ. കുട്ടിൻ്റെ മടിന്ന് അതിൻ്റെ അമ്മ എടുത്തുണ്ടോകുമ്പോ കരയാ. എനിക്കുണ്ട് അതിനെടുക്കാൻ വയ്ക്കണം. ഇല്ല, നിർത്തിയിട്ടില്ലെന്ന്. ഓ അത് കാരണം ഒച്ചയിടുന്നു. ഒന്നുമില്ലടാ, ഒരു പേര് തന്നെ ഉള്ളു. എന്താണ്? ചെറിയ ചെക്കനാകാനുള്ള പ്ലാനാ. തടി പറഞ്ഞോ? ആ, പഴയ വീഡിയോസും ഇതും കണ്ടോക്ക്. 2021-20 ഉണ്ടായിരുന്ന വീഡിയോ ഓർമ്മ ഉണ്ടാ? ഞാൻ വണ്ണം വെക്കുകയും ചെയ്തു, ഭർത്താവ് വണ്ണം കുറയുകയും ചെയ്തു. ഓ, ചുള്ളനാണ്, കല്യാണം കെട്ടിയതാണെന്നും പറയാൻ പാടില്ല അല്ലേ? ഇയാളിന്റെ പെരി കയറ്റിട്ടല്ലേ ഞാൻ അങ്കിള് പോലെ ഇരിക്കുകയാണ്. ആ കുശുമ്പായിരുന്നല്ലോ. ഇയാൾക്ക് സ്കൂളിൽ 15 വയസ്സുള്ള ഏതാ നമ്മള് ടീച്ചറാവാൻ ഏതോ ഒരു സ്കൂളിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഏതാന്ന് ഓർമ്മല്ല. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഞാൻ റെസ്യൂം കയ്യിൽ വെച്ച് നിൽക്കായിരുന്നു. അവർ ചോദിച്ചു എന്നോട് +2 ആണോ, എത്ര മാർക്കാണെന്ന്. എനിക്ക് ആകെ ഞെട്ടിപ്പോ. അല്ല, +2 അല്ല, 10th. അതെ, +2 തന്നെ. +1 10th ആണോ? 10th എത്ര മാർക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാനിവിടെ +2 ഈ സബ്ജക്റ്റിന് ഞാൻ അപ്ലൈ ചെയ്യാൻ വന്നതാണ്. അവരെന്നെ ഇതായി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ പാരൻസ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തോളൂന്ന് അബദ്ധത്തിന് ഇങ്ങനെ കണ്ട് പറഞ്ഞു. അതിലങ്ങോട്ട് കയറിയതാണ്. ഇതെങ്ങനെ എന്നെ പാരന്റ് എന്ന് പറയാം, എന്നിട്ട് എനിക്ക് കോമ്പറ്റീഷനായിട്ട് ഇപ്പോൾ കുറയ്ക്കാൻ. ഇതല്ലേ നടന്നത്? തന്നെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ കുറച്ചും കൂടി ചെറുപ്പാവട്ടെ. എന്താ കേസ്? അതിന് മാത്രം വണ്ണമൊന്നുമില്ല കേട്ടോ. ആ, വണ്ണം ഉണ്ടായിരുന്നു പണ്ട്. പാരന്റ് നോക്കിയേ കേട്ടോ, വലിയ വണ്ണം ഉണ്ടോ നോക്കിയേ. കുറച്ചും കൂടി വയറുണ്ട് പോവാൻ. ആ പഴയ തടിയുടെ ബാക്കി അതുകൂടി പോയി കഴിഞ്ഞാണ്ടല്ലോ അങ്ങനെ ഇപ്പൊ കൊറയണ്ട കേട്ടോ. പിന്നെ കിട്ടി 6 പാക്ക് കോമ്പറ്റീഷൻ. ഇപ്പൊ ഞാൻ വണ്ണം കൂടും ചെയ്തു, ഇങ്ങനെ കുറയുകയും ചെയ്തു. എന്നിട്ട് ഒരു 6 പാക്ക് വെച്ചിട്ട് ഒരു വരവുണ്ട് ഇയാളുടെ കൂടെ. എന്നിട്ട് കുഞ്ഞാവ പറയുന്ന അടുത്ത് ഇതിന്റെ ബ്രദറാണ്. അയ്യോ, അപ്പൊ ആഗ്രഹം എങ്ങനെയുണ്ട്? ഒന്നും പറയുന്നില്ല. കുഞ്ഞാവിനെ കൊണ്ട് പറയിപ്പിക്കടാ. നോക്കിക്കോ,
ഇയാൾക്ക് പക്ക കോമ്പറ്റീഷനൊക്കെ കളിച്ചേരാ ഇപ്പൊ ഞാൻ വണ്ണം വെച്ചല്ലോ. ആ ഞാൻ കുറയ്ക്കും. ഞാനും കുറയ്ക്കും. എന്നാലും ഞാൻ ഇപ്പൊ വണ്ണം വെച്ചു. ഇപ്പൊ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ 2021 2020 വീഡിയോസ് കണ്ടറിയാൻ പറ്റും എന്റെ തടി. ആ പഴയ വീഡിയോസ് അതല്ലേ ഞാൻ തന്നെ പറഞ്ഞേ. പഴയ വീഡിയോസ് കണ്ടറിയാം. 2 മണി അവരായി കഴിക്കാൻ തുടങ്ങാം. എല്ലാം വിളമ്പി വെച്ചു. എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? ചോറുണ്ട്, വെണ്ടക്കപ്പേരുണ്ട്, പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, പപ്പടമുണ്ട്, പാനിപ്പൂരി ഉണ്ട്, കാബേജ് ഉണ്ട്. ആ പിന്നെ ഇത് നാരങ്ങാച്ചാറുണ്ട്, മീനുണ്ട്. പാനിപ്പൂരിയ അല്ല, ഇത് ഇയാള് സാമ്പാറിലാണ്ട് വെറുതെ കൈ കൊണ്ട് വാരി തിന്നു. സാമ്പാർ ചൂടാക്കാൻ വെച്ച പോലെ അതതിലൂടെ തന്നെ വെച്ചാ അങ്ങനെ തോന്നുന്നു. നോക്കൂ, അന്തസ്സായിട്ട് ഇരിക്കുക, കഴിക്കാൻ റെഡി ആയിട്ട്. വിളിച്ചപ്പോ ഞാൻ വന്നു. ഞാൻ പിന്നെ അങ്ങനെ മറന്നു. മെഷീൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ എടുത്തോളാം. ഒരു ക്ലയന്റിന്റെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പക്ക് വാവക്കുട്ടീനെ പോയി കൊണ്ടുവരാനുള്ള നേരെയായി. ഏകദേശം 3 മണി വരെയായി. 3:30 അവളുടെ ക്ലാസ് വിടും. ആ നേരത്തിന് ഞാൻ അവിടെ എത്തണം. നമ്മൾ പഴയ ട്രാക്കിലേക്ക് തന്നെ എത്തി. ഫുൾ ബിസി സ്കെഡ്യൂളിലേക്ക് നമ്മൾ വീണ്ടും എത്തിപ്പെട്ടു. എന്താ പൊരി വെയിലല്ലേ, അടിപൊളി വെയിലല്ലേ. പക്ഷെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയേ, ഇപ്പം മഴ പെയ്യുന്നുള്ള പോലെ നിൽക്കണമൊക്കെ മഴക്കാറ്. ഈ സൈഡ് അടക്കം ഫുൾ ബ്രൈറ്റും. ഞാൻ പറയണത് വെച്ചാൽ കുട്ടീനെ കൊണ്ട് വരണ സമയത്തും അവിടെ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. വാവക്കുട്ടിയുടെ എൻ്റെയും ആധാർ കാർഡിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്ട്, വാവക്കുട്ടിക്ക് ഫോട്ടോ ചേഞ്ച് ചെയ്യാണ്ട്, അവളുടെ ബയോമെട്രിക് ചേഞ്ച് ചെയ്യാണ്ട്. അപ്പോൾ അതിനെല്ലാറ്റിനും കൂടി ചേർത്തിട്ട് ഇവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം. നാളെ രാവിലെ 7 മണിക്ക് വന്നിട്ട് ടോക്കൺ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിരാവിലെ വന്ന് ടോക്കൺ എടുത്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞിട്ട് വേഗം പോവാം. ഇല്ല, അവ സൂപ്പറല്ലേ. എല്ലാരും കൂടി വർത്തനം പറഞ്ഞ ഒന്നും കേൾക്കില്ലല്ലോ വീഡിയോ എടുക്കുമ്പോ. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അവ സൂപ്പറല്ലേ. ആ അതാണ്, അവ സൂപ്പറാണ്. നമുക്ക് പോവാ. നമുക്ക് നാളെ രാവിലെ വരാട്ടോ ആധാർ കാർഡ് ഉണ്ടാക്കാൻ. ഞങ്ങൾ ആധാർ കാർഡ് ഉണ്ടാക്കാൻ പോയില്ലേ, അവിടെ പോയി നോക്കണ സമയത്ത് അവിടെ നാളെ രാവിലെ 5 മണിക്ക് പോയിട്ട് ടോക്കൺ എടുക്കാൻ പോകണം. ഞാനും ബാവക്കുട്ടി അമ്മും കൂടി. അതാണ് അതിന്റെ അവസ്ഥ. കുട്ടിക്ക് അച്ഛൻ വന്നാ മതിയല്ല അമ്മ പറഞ്ഞേ. കുട്ടിക്ക് അച്ഛൻ വന്നാ പോരാ. 5 മണിക്കൊക്കെ അത് എങ്ങനെ വരാനാ അറിയില്ല. ഇതിനെ കൊണ്ട് പോകേണ്ടി വരും 3 ടോക്കൺ കിട്ടണമെങ്കിൽ. എന്നിട്ട് വൈകുന്നേരം അവരൊരു ടൈം പറയും. ആ ടൈമിനകത്ത് നമ്മൾ പോയിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പോരുക. ടോക്കൺ മേടിക്കാൻ മാത്രം 5-6 മണിക്കെങ്കിലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. പ്രൂഫിന് റേഷൻ കാർഡ് മതി. റേഷൻ കാർഡില് നമ്മുടെയൊക്കെ പേരില്ലേ, അത് മതിയല്ലോ. അപ്പൊ അഡ്രസ് ആകാൻ. ആ അഡ്രസ് ഇവിടുത്തെ ആണോ? ഇവിടുത്തെ അഡ്രസ് ആയ കാരണല്ലേ ഇവിടുത്തെ റേഷൻ കാർഡിൽ വാങ്ങിക്കാൻ പറ്റില്ല. ഇവിടുത്തെ റേഷൻ കാർഡ് അടച്ചാൽ നിങ്ങളെ പേരായാലും കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെയൊക്കെ പേര് അതിന്റെ കീഴിലുണ്ടല്ലോ. അപ്പൊ അഡ്രസ്സില് നമ്മളെ തന്നെ അല്ലേ വന്നത്. അതിന്റെ മെയിൻ ആളെടുത്ത് അങ്ങോട്ട് കടത്തി വിടില്ല. അയാള് ഭയങ്കര ചൂടാവല്. ഭയങ്കര ചൂടാവുക. അതായത് ഗവൺമെന്റ് ജോലിക്കാരുടെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു അഹങ്കാരം കാണിക്കല്. ഭയങ്കര അഹങ്കാരം കാണിക്കല്. അതിൽ കടന്നൊരു ചൊറിയ. നിങ്ങൾ ഇതാക്കാം ആദ്യം ചോദിച്ചിട്ട് പോകണ്ടേ. എത്രാമത്തെ വട്ടം ഡൗട്ട് ചോദിക്കാൻ വരുന്നത്? ഞാൻ ചോദിച്ചു അഡ്രസ്സ് മാറ്റാൻ ചെയ്യണ്ടേ. നിങ്ങൾ ആദ്യം ബയോമെട്രിക് മാറ്റുന്നത്. അപ്പൊ ഇവളുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് അയാൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ മാങ്ങ കഴിക്ക്. അത് കഴിയുമ്പോഴേക്ക് അമ്മ ഗ്രേപ്സ് വാഷ് ചെയ്ത് കൊണ്ടുത്തരും. മുത്തശ്ശി ഇങ്ങനെ വഴിയിൽ ഇരുന്നിട്ട് അച്ഛനെ അത് കണ്ടറിഞ്ഞ് മാറ്റിക്കൂടെ. അച്ഛൻ തട്ടി തടഞ്ഞ് മോന്തയും പല്ലും ചെറിയായിട്ട് അവിടെ പോയി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 പേരും നിങ്ങൾ 3 പേരും കൂടി എന്നെ നോക്കണ്ടേ. അച്ഛൻ്റെ അമ്മ എഴുതിയിട്ട് വഴിയിലിരുന്ന് അച്ഛൻ തട്ടി തടഞ്ഞ് വീണ എന്ത് ചെയ്യും പറയാ. എല്ലാരും കൂടി വന്നിട്ട് ഇങ്ങനെ എല്ലാം കൂടി ചീത്തയാണ്. റോഡിലാക്കാനും കൂടി ചീത്ത, എന്നിട്ട് ഇതൊന്നും കൂടി ചീത്ത. ഞങ്ങളെ റോഡിലത്തെ ആൾക്കാരെ ചീത്ത വരേണ്ട അവസ്ഥയാണ്. ഓരോന്ന് തലങ്ങ് പലങ്ങനെ കയറി വരുന്നത് ഓട്ടോക്കാരും. റോഡിലത്തെ ആൾക്കാർ വരേണ്ട ഒന്നുമില്ല ഗൈസ്. ഇവിടെ കണ്ടിട്ട് പോയി ആരെങ്കിലും നടുക്ക് വന്നാ അപ്പൊ അതിന് തരിക. അത് നോർമലി ഞാൻ ആണുങ്ങളുടെ സ്വഭാവം അതാണ്. അപ്പൊ അത് കുട്ടി കണ്ടിട്ട് അങ്ങനെ പറയണം. കണ്ടോ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. അവളെ ഒബ്സർവ് ചെയ്യാണ്. ഞാൻ ഓരോരുത്തരെ ചീത്ത സമയം കിട്ടുമ്പോ എല്ലാം കാച്ചും. എന്താ ചെയ്യണ റോഡിന്റെ നടുക്കൊരു ഒറ്റ ചാട്ടം. നമ്മളിപ്പോ അങ്ങനെ പോവല്ലേ, ഒന്നും പറയണ്ട റോഡിന്റെ നടുക്കിക്കാണ് ബൈക്കും കൊണ്ട് വരിക. അതായത് ഒരു തോന്നിയ പോലെ നമ്മളെ വീടിന്റെ മുറ്റത്ത് നമ്മൾ എന്തും ചെയ്യില്ലേ, ആ ഒരു രീതിയിലൊരു അധികാരമാണ്. ഏറ്റവും തല്ലിപ്പൊളി
റോഡ് കൾച്ചർ ഉള്ളത് അപ്പൊ ഇതിനൊന്നും നിയന്ത്രിക്കാൻ ആറും റോഡിന്റെ ഇവിടെ തന്നെയാ, വേറെ എവിടെ ഇല്ല ഇത്രയും റോഡ് കൾച്ചർ വൃത്തിയിട്ടത്. അത് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇളം സാധനം മാത്രം എടുത്ത് കൊണ്ടുവന്നതാ. ഒരുപാട് പഴുക്കാനുള്ള പഴുത്ത സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് തമ്മിൽ ഭേദപ്പം ഇതാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേന്ന് എഴുതിയിട്ട് പിന്നെ ഞാൻ എടുത്തു കൊണ്ടുവന്നതാണ്. അതാണിത്. അമ്മക്കുള്ള ദോശ താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കഴിക്കാറായില്ലേന്നു? കഴിക്കാൻ ഉണ്ടാക്ക് കഴിക്കണേ. എന്താ പാട്ടും കച്ചേരിയും കണ്ടോണ്ടിരിക്കുക? എന്താ ചെയ്യാ, ഞാൻ എന്ത് പണിയാ ചെയ്യണേ? ഉണ്ടാകാതെ പൂച്ച പോലെ ഇങ്ങനെ കിടക്കുക, കുറെ എണീക്കുക, കുറെ കിടക്കുക, കുറെ തന്നെ പണി. നീട്ട് നിൽക്കാൻ വയ്യ. പിന്നെ എന്താ ചെയ്യാ, കുട്ടികളുണ്ടല്ലോ ഇവിടെ ഉണ്ടാക്കാൻ മതി. അയ്യടാ, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പണിയുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. എന്താ ഡയലോഗ്? കുട്ടികൾക്ക് പണിയുണ്ട്. കുട്ടികളുണ്ടല്ലേ ചെയ്യാണ്ട്. വയ്യാണ്ട് കിടക്കുമ്പോ പിന്നെ വേറെ ആരും നോക്കാൻ പറ്റില്ല, മക്കളെന്നെ നോക്കാനുണ്ടാവുള്ളൂ. ഇപ്പൊ അതാ ഇവിടെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്കുള്ളതാണ്. അവർക്കുള്ളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കേസറോളിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കാൻ തുടങ്ങട്ടെ. വാവക്കുട്ടി അമ്മൊക്കെ കുളിക്കുന്നേ ഉള്ളൂ ഈ നേരത്ത്. എനിക്ക് ഈ നേരത്ത് ഏകദേശം ഡിന്നർ ടൈമാണ്. ഞാൻ തുടങ്ങി, അമ്മടിയും കഴിഞ്ഞു. ഇത് മൊത്തം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വാവയ്ക്ക്. ഇനിയുണ്ട് പുതിയ ഇതിനകത്ത് ഇനിയുണ്ട് ഒരു ലോഡ് പുസ്തകം. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കാനുള്ളതാ. ഇതിന് പോരാത്ത നാളെ രാവിലെ 5 മണി 6 മണി ആകുമ്പോഴേക്ക് പോയിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ആധാർ കാർഡിലെ അഡ്രസ്സുകളൊക്കെ മാറ്റാനുണ്ട്. നമ്മൾ 3 വർഷമായിട്ട് അവിടുന്ന് ഇവിടേക്ക് എത്തിയതിനു ശേഷം ഇതുവരെ ഒരു ആധാർ കാർഡിലും അഡ്രസ്സ് മാറ്റിയിട്ടില്ല. ഇപ്പം എൻ്റേതുണ്ട്, വാവക്കുട്ടിയുടെ ഉണ്ട്, അമ്മൂൻ്റെ ഉണ്ട്. 3 പേരുടെ അഡ്രസ്സ് ആദ്യത്തെ വീട്ടിലേക്ക് കിടക്കണം. അപ്പം നമുക്ക് അത് മാറ്റാൻ പോകണം. രാവിലെ പോയിട്ട് ക്യൂ നിൽക്കണത്ര, എന്നിട്ട് ടോക്കൺ വാങ്ങിയിട്ട് പോരണം. പിന്നെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡേ ടൈമിൽ മാറ്റാം. പോസ്റ്റ് ഓഫീസിലാണ് പരിപാടി. ഇന്നത്തെ ബ്ലോഗ് എന്ത് ചെയ്യാണ് ഇവിടെ, നമ്മൾ നാളെ പോസ്റ്റ് ഓഫീസിൽ പോവാണ്. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ 2 ദിവസം ലീവ് എടുത്തിട്ട് നമ്മൾ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. മൺഡേ സ്കൂളുണ്ടല്ലേ? സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് സ്കൂളൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ജോലിയാവും. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റേ വ്ളോഗിൽ വീണ്ടും കാണാം. ബൈ.